എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. കാരണം എന്താണെന്നറിയോ? ഈ വർഷത്തെ ദീപാവലി ഞാൻ ഇന്നലെ എടുത്തു. കത്തലോട് കത്തലായിരുന്നു. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇരിങ്ങാലക്കുടയിലെ പ്രസംഗം. അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും രാത്രി 4:30 ആയി. എന്നിട്ട് ഇന്ന് എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു, റോഡ് സേഫ്റ്റിയുടെ. അപ്പം ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അവിടുന്ന് കിട്ടിയ ട്രോഫിയാണ് കുപ്പിച്ചില്ല കേട്ടോ, പൊട്ടുന്ന. എൻ്റെ ട്രോഫി വെച്ച് ഈ ഷോക്കേഴ്സ് നിറഞ്ഞ്. അപ്പം നമ്മൾ പുതിയ വീഡിയോനെ വെക്കുമ്പോഴത്തേക്കും അവിടെ എൻ്റെ ട്രോഫി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു വലിയ ഷോക്കേഴ്സ് വെക്കണം. അതിൻ്റെ അകത്ത് തുറക്കുമ്പോഴത്തേക്കും ഐശ്വര്യം ഇരിക്കുന്നു. അപ്പോൾ ചാനലുകാരൊക്കെ എടുത്തിട്ട് അത്, എന്നിട്ട് നമ്മൾ ഫുള്ള് ഇട്ടില്ല. എന്നിട്ട് ഞാൻ ആ തട്ടത്തിൻ്റെ മാത്രം കുറച്ച് പോർഷനായിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കയറി കത്തി. ആൾക്കാർ ആ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ട് കത്തിക്കുകയായിരുന്നു. ഞാനിവിടെ ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച് കളിക്കുമായിരുന്നു. കുറേ പേര് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ട് കത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കമ്പിത്തിരി വെച്ച് കത്തിക്കാം. തീർന്നാ? അയ്യേ വീഡിയോ ഇത്രയും വൈറലാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇതിപ്പം 24-ലും റിപ്പോർട്ടർ ചാനലിലും പിന്നെ മലയാള മനോരമയിലും പിന്നെ മീഡിയ വണ്ണിലും ഒക്കെ എടുത്തിട്ട് എല്ലാ ചാനലിലും എടുത്തിട്ടു. ഇതിനു മുമ്പ് നമുക്ക് കുറേ വൈറലായിട്ടുണ്ട്. മറ്റേ എൻ്റെ പഞ്ചായത്തിൽ, ഇവിടുത്തെ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെ കലോത്സവ വേദിയിലുണ്ടായിരുന്നത്. അതുപോലെ എൻ്റെ ഒരു സ്കൂളിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, അത് നമ്മുടെ ശിവൻകുട്ടി സാറൊക്കെ ഇട്ടിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രി. പിന്നെ ഇത് തട്ട വിഷയമായതുകൊണ്ടായിരിക്കും ചാനലുകാരെടുത്ത് കത്തിച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇരിങ്ങാലക്കുടയിൽ പുറത്തുശ്ശേരി കാർണിവൽ എന്നെ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മേഡമായിരുന്നു. അപ്പം മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഞാനായിരുന്നു. അപ്പം ഞാൻ പ്രസംഗിച്ചത് ഒരു 10-11 മിനിറ്റ് വരെ ആയിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞത് മനുഷ്യ സ്നേഹത്തെക്കുറിച്ചും അതുപോലെ മാനവികതയും കുറിച്ചായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഈ തട്ടത്തിനെ കുറിച്ച് പറയണമെന്ന്. ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണല്ലോ, അപ്പം അതിനെക്കുറിച്ച് പറയണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ശരിക്കും ഞാൻ മറന്നുപോയി. അവസാനം എല്ലാം കഴിഞ്ഞ് നന്ദി പറഞ്ഞതിന് ശേഷം മന്ത്രി ആൻറ്റി ആണെങ്കിൽ എന്നെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ഞാൻ എളുപ്പം ഓർക്കുന്നത് ഈ തട്ടത്തിൻ്റെ കാര്യം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അപ്പോഴത്തേക്കും മന്ത്രി ആൻറ്റിയുടെ നിന്ന് മൈക്ക് വാങ്ങിച്ചിട്ട് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. അവിടെ ശരിക്കും അങ്ങനെ തട്ടുവിട്ട് ആരെയും കണ്ടില്ല, എന്നാലും ഞാനങ്ങ് പറഞ്ഞു. അപ്പോൾ ഒരാൾ കയറി വന്നു, അങ്ങനെ ഞാനങ്ങനെ ചെയ്തതാണ്. ഞാൻ ശരിക്കും അത് പറയാൻ കാരണം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യമാണല്ലോ ഈ തട്ടത്തിനെ കുറിച്ച്. അപ്പോൾ എൻ്റെ ആ കൂട്ടുകാരി ഈ തല മറിച്ചതിൻ്റെ പേരിൽ പഠനം നിർത്തിപ്പിച്ച ആ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്ര നേരം ഞാൻ മാനവികതയെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാനത് ചെയ്തില്ലെങ്കിൽ എന്തൊത്തിനാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വിചാരിച്ച് ഞാനതങ്ങ് പറഞ്ഞതാണ്. ശരിക്കും അത് കയറി വൈറലാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. നമ്മളപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. തല മറിച്ചാൽ ബാക്കിയുള്ളവർക്ക് പേടിയാകും എന്നൊക്കെ പറഞ്ഞ് എന്നെപ്പോലുള്ള ആ കൂട്ടുകാരിയുടെ പഠനം നിഷേധിച്ചപ്പോൾ എനിക്ക് പ്രതികരിക്കണ്ടേ? അത്രയും ഞാൻ ചെയ്തുള്ളൂ. പക്ഷെ ആ വീഡിയോക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടോ. എൻ്റെ വീഡിയോക്ക് ആദ്യമായിട്ടാണ് ഇത്രയും നെഗറ്റീവ് കമൻറ്റ് വരുന്നത്. എന്തൊക്കെ കമൻറ്റുകളാ! പന്നി, സുഡാപ്പണി, എന്താണൊക്കെ, സുഡാപ്പണി, ജിഹാദ്, എന്താണൊക്കെ. പിന്നെ പറയാൻ പറ്റാത്ത കുറേ തെറിഞ്ഞു കമൻ്റ് ഉണ്ട്. കുറേ പേര് വിളിച്ചു പറഞ്ഞു, മോളെ നീ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്ക് എന്നൊക്കെ. എന്തിനാ? അവർ പോയിട്ട് പിന്നെയും ഫേക്ക് ID വന്നിട്ട് പിന്നെയും തെറി കമൻ്റ് ഇടും. അവരുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്, അവരുടെ മനോഭാവമാണ് മാറേണ്ടത്.
അല്ലാതെ പോലീസ് കേസൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എന്നോടങ്ങനെ തെറി പറഞ്ഞ് കമൻ്റ് ഇടുന്നവരോട് എനിക്കൊരു വിരോധവും സങ്കടവും ഒന്നുമില്ല. എനിക്ക് സ്നേഹം മാത്രം. കാരണം അവരുടെ വീട്ടിലും ഇതുപോലെ എന്നെ പോലെ കുഞ്ഞു മക്കളൊക്കെ കാണുമല്ലോ. ഇതിൽ അവരോട് കാണിക്കുന്ന പോലെ വല്ല ദേഷ്യം വന്നപ്പോൾ എന്നോട് കാണിച്ചായിരിക്കും. അതൊന്നും കുഴപ്പമില്ല. അല്ലാതെ നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ടോപ്പ് ഫാൻ എന്നൊക്കെ പറഞ്ഞിടുന്നവരൊക്കെ ചിലരൊക്കെ ഒന്ന് രണ്ട് പേര് വന്ന് കമൻ്റ് ഇട്ടു, മോളെ നീ ഇങ്ങനെയായിരുന്നോ, നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെട്ടയാണ് ഞാൻ നിന്നെ അൺഫോളോ ചെയ്തു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ട 2-3 പേര്. അതിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, എൻ്റെ ഫോളോ കുറയുമെന്നും പറഞ്ഞ് റീച്ച് കിട്ടത്തില്ലെന്നും പറഞ്ഞ് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയണ്ടേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഞങ്ങൾ കുട്ടികളാണ്. സ്കൂളുകളിൽ ഹിന്ദുവോ എന്നോ അല്ലെ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയോ ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾ കുട്ടികളാണ്. അതിലിനി ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ കുത്തി കയറ്റരുത് പ്ലീസ്. കുറിയിട്ടവരും തട്ടുവിട്ടവരും കൊന്തയിട്ടവരും ഒക്കെ പരസ്പരം പേടിച്ചാണോ വളരേണ്ടത്? ഇപ്പൊ തന്നെ എൻ്റെ സ്കൂളിൽ തട്ടമിട്ടുകൊണ്ട് വരുന്നവരുമുണ്ട്, തട്ടമിടാതെ വരുന്നവരുമുണ്ട്. ഞാൻ തട്ടമിടാതെയാണ് വരുന്നത്. എല്ലാവരും ഉണ്ട്. എല്ലാവരും പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വളരട്ടെ. അതല്ലേ നല്ലത്? അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.